കണ്ടിട്ട് മാസത്തിന് ശേഷം ആദ്യമായിട്ടൊരു പൊതുവേദിയിൽ പ്രതിഷ്ഠപ്പെട്ടു. ഈ കേരളപ്പിറവി ദിനം തന്നെ ആയതിന് എനിക്ക് അതിയായ സന്തോഷം. കേരളത്തിനേക്കാൾ 5 വയസ്സ് കുറവാണ്. കേരളം എന്നേക്കാൾ ഇളയതാണ്, എന്നേക്കാൾ ചെറുപ്പമാണ്. അതിന് പ്രതീക്ഷിക്കാവുന്നേ ഉള്ളൂ കേരളം എത്രത്തോളം ചെറുപ്പമാണ്. നമ്മുടെ സാമൂഹിക സൂചികകൾ പലപ്പോഴും ലോകത്തെ അമ്പരപ്പിച്ചു. ലോകത്തിൻ്റെ അതിസമ്പന്ന രാജ്യങ്ങളിലെ 20 ഭാഗം പോലില്ലാത്ത കേരളമാണ് ഇത്രയും വലിയ നേട്ടങ്ങൾ ചെയ്യുന്നത്. ഒരുപാട് സാമൂഹ്യ സേവനങ്ങളിൽ നമ്മൾ ഒരുപാട് മുന്നിലാണ്. ഇത് വളരെയധികം അപേക്ഷിച്ചു. ഈ നേട്ടങ്ങളെല്ലാം നേടിയത് ഒരു സാമൂഹ്യ ബോധത്തിൻ്റെ, നമ്മുടെ ജനാധിപത്യ ബോധത്തിൻ്റെ ഫലമായിട്ടാണ്. മുഖ്യമന്ത്രിയുടെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു ഉത്തരവാദിത്തമാണ് അദ്ദേഹം ഏറ്റെടുക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി. അതിദാരിദ്ര്യം മാത്രമേ, അത് ദാരിദ്ര്യത്തിൽ നിന്ന് മാത്രമേ ദാരിദ്ര്യം ഇനിയും നമ്മുടെ മുന്നിൽ പാർക്കുക. ഒരുപാട് പ്രതിസന്ധികളെ കേരള ജനത കോവിഡ് നിന്ന് അതിജീവിച്ചു. സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്തേക്കാൾ നമ്മുടെ ദാരിദ്ര്യരേഖ ഒരുപാട് കുറഞ്ഞു. ഈ നിലയെക്കുറിച്ച് നമ്മുടെ സാമൂഹിക സമ്പത്ത പരസ്പര സ്നേഹവും പരസ്പര വിശ്വാസവും മറ്റതിർവരുമ്പുകളില്ലാതെ നമ്മുടെ സാഹോദര്യമില്ല. ഈ ഭരണ സംവിധാനത്തിൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ഉത്തരവാദിത്വം വളരെ വിശ്വാസപൂർവ്വം ഒരിക്കലും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സാഹോദര്യവും സമർപ്പണവും നമ്മുടെ ജനങ്ങളിൽ നിന്ന് ഉണ്ടാവും തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 8-9 മാസമായി ഒരു പൊതുവേദിയിലോ നാട്ടിലോ ഒന്നും അല്ലാതെ ഞാനിപ്പോൾ നമുക്ക് ഒരുപാട് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങളുണ്ടായിരുന്നു. ഞാനിപ്പോൾ എറണാകുളത്ത് ഒരുപാട് ദൂരം യാത്ര ചെയ്യുന്നതാണ്. ഇപ്പോൾ യാത്ര ചെയ്യാൻ നോക്കും. ഒരു 6 മാസത്തേക്കാളും ആ യാത്ര കൂടുതൽ സുഗമമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, വിചാരിക്കും. അത് വികസനം തന്നെയാണ്. പക്ഷേ വികസനം എന്ന് നമ്മൾ പറയുമ്പോൾ വികസനം ആരുടെ വികസനം? രാജപാതകളും വലിയ കെട്ടിടങ്ങളും നിർമ്മിക്കുന്നത് കൊണ്ട് മാത്രം നാം വികസിക്കേണ്ടത് നമ്മുടെ സാമൂഹ്യ ജീവിതം. സാമൂഹ്യ ജീവിതം വികസിക്കണമെങ്കിൽ ദാരിദ്ര്യം പരിപൂർണമായും തുടച്ചു മാറ്റപ്പെടണം. ദാരിദ്ര്യം പരിപൂർണമായും തുടച്ചു മാറ്റപ്പെട്ട സ്ഥലങ്ങൾ വളരെ അപൂർവമേ ഉള്ളൂ, എത്തതിലില്ല. കേരളം പലതിനും മാതൃകയാണ്. കേരള ജനത അതിനെ ആ സന്ദർഭങ്ങൾ പിന്നിലുണ്ടായിരുന്നു. അതുപോലെ ദാരിദ്ര്യം തുടച്ചു മാറ്റാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തോളോട് ചേർന്ന് സാഹചര്യത്തിലൂടെ നമുക്ക് ദാരിദ്ര്യത്തെ നേരിടാൻ ദാരിദ്ര്യത്തെ ഏത് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങളുണ്ടെങ്കിലും വിശക്കുന്ന വയറിനുള്ള ഒരു വികസനത്തിൻ്റെ ആ വയറുകൾ കൊടുത്തിട്ട് തന്നെയാണ് വികസനങ്ങൾ നമ്മൾ ആനന്ദത്തിൽ നിങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ട സന്തോഷം അതിൻ്റെ മാതൃകയാകട്ടെ, ആരംഭമാകട്ടെ ആഗ്രഹിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കേരള തൊഴിൽ ഇന്ന് ജനിച്ച എല്ലാവർക്കും ജന്മദിനം.